സ്വന്തമായൊന്നുമില്ല സർവ്വതും നിന്ദാനം സ്വസ്ഥമായുറങ്ങിടാൻ സമ്പത്തിൽ മയങ്ങാതെ മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മനഷ്ടമായ ഫലമെവിടെ ദൈവസ്നേഹം വർണ്ണിച്ചിടാം. അപ്പൊ ഞങ്ങൾ എഴുന്നേറ്റിട്ടുള്ളൂ. അയ്യോ നീക്കിടില്ല ഓഫായിരുന്നു. ചോറ് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഇനി എല്ലാം ഉണ്ടാക്കണം. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് കിടന്നതാട്ടോ. അപ്പൊ ഇന്നൊരു ഡേ മൈ ലൈഫാണ്. അപ്പൊ ഞങ്ങളിപ്പോൾ എഴുന്നേക്കാൻ പോകുന്നുള്ളൂ. അപ്പൊ ഞാൻ എഴുന്നേറ്റ് നേരെ ചായ ഉണ്ടാക്കി പല്ല് വെച്ച് ഫസ്റ്റ് എനിക്ക് ചായ കുടിക്കണം. അത് കഴിഞ്ഞ് ചോറ് കറിയിലേക്ക് കിടക്കും. ദ്രിജിത്ത് അടിച്ച് വാരി തുടച്ച് തുണി അലക്കേണ്ട പരിപാടിക്ക് ദ്രിജിത്തും കിടക്കുന്നതായിരിക്കും. അങ്ങനെ തന്നെ കേട്ടില്ല ഒന്നുകൂടി പുറകോട്ട് അടിച്ചിട്ട് കേട്ടാൽ മതി. തുണി അലക്കാനൊന്നും ഒത്തിരി ഇല്ല, രണ്ടോളോ ഏഴോളൂ എണീറ്റ് കാണാം. അപ്പോൾ ഗൈസ് ഞാൻ ചായ ഉണ്ടാക്കാൻ പോവാണ്. ചായ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. എവിടെ പോവാ എവിടെ പോവാ? അപ്പോൾ ദ്രിജി നേരെ ബ്രഷും എടുത്ത് പേസ്റ്റ് എടുത്ത് ദ്രിജി നേരെ എവിടെ ചായക്ക് വെള്ളം വെച്ചു. ഇത്ര ചായപ്പൊടി ഇട്ട എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് അയ്യോ പറയാനും കിട്ടില്ലല്ലോ, നമ്മൾ പാൽ ചായ ഉണ്ടാക്കുന്നത്. അപ്പോൾ പാൽപ്പൊടിയാണ് എടുക്കുന്നത്. അത് കാരണമാണ് ഇച്ചിരി കടുപ്പം വേണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇത് കയ്പ്പ് വരും, പാൽപ്പൊടി വരുമ്പോൾ കയ്പ്പ് ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ചെയ്യാൻ ചായ തിളച്ചു. ഇനി നമുക്ക് കഞ്ഞി അടുപ്പത്തേക്ക് വെക്കണം. ചായ തിളച്ചപ്പോൾ നമുക്കത് മാറ്റി വെച്ചിട്ട് കഞ്ഞി വെക്കാം. നമുക്ക് കഞ്ഞി വെച്ചിട്ടുണ്ട്, ചായ അടിച്ച് വെക്കാം. അത് രുചിത്തിൻ്റെ ചിക്കൻ വറക്കണേ കേട്ടോ. പിന്നെ നമ്മുടെ സോയാബീൻ അച്ചാറ് ഇവിടെ ഉണ്ട്. ഇതിനകത്ത് ചിക്കൻ വറുത്ത് വെച്ചേക്കണേന്ന് തോന്നുന്നു. ഇത് കഴുകാനുള്ള നമ്മുടെ അരി തീർന്നു ഗേസ്. ഈ അരി ഇതെന്നതാ? ആ ഇത് മറ്റേ ഗോതമ്പ് പൊടിയാണ്. അപ്പം നമുക്ക് പല്ല് തേക്കാം. സമയം ഇപ്പോൾ 12:53 ഇപ്പോഴാണ് നമ്മൾ പല്ല് തേക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ വെളിച്ചം പല്ല് മേലെ ഒരു ചേച്ചിയൊക്കെ താമസിക്കാൻ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ കാണാറില്ല. അവിടെ താരം നോക്കാൻ പോയില്ല. ചേച്ചി തന്നെയാണ്. ബ്രിജി പുറത്തോടെ നേരത്തെ പെണ്ണു വേണു നോക്കാവേ. നമുക്ക് പല്ല് വെച്ചിട്ട് കാണാം. അപ്പം ഞാൻ ഇതിൻ്റെ ഫേസ് വാഷാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മുടെ പല്ലപ്പം കഴിഞ്ഞു. ഇനി നമുക്ക് എനിക്ക് പല്ലപ്പം എന്തെങ്കിലും കഴിക്കണം. അപ്പൊ എനിക്ക് ഇച്ചിരി ചായ കുടിക്കണം. അടുത്തത് ചായ കുടിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടിയിലേക്ക് കിടക്കുള്ളൂ. തോർത്തല്ലേ കുറച്ച് തുണിയൊക്കെ മടക്കാനുണ്ട്. അലക്കി കൊണ്ടുവന്നിങ്ങനെ ഇടും, മടക്കണില്ല, സമയവും ഇല്ല, പിന്നെ മടി. അപ്പം നമുക്ക് ഇനി അടുത്തത്
ചായ കുടിക്കാം. ഞാൻ രാത്രി കമ്മലൊന്നും ഇല്ല കേട്ടോ. ഇപ്പം ധൃതി ചായ എടുക്കാൻ പോയി. അവൻ്റെ ഗ്ലാസ് മാത്രം എടുത്തോണ്ട് പോയി. മനസ്സിലാട്ടോ കണ്ടോ, അവൻ്റെ ഗ്ലാസ് മാത്രം എടുക്കുന്നു. ഓ നമുക്ക് കൊച്ചിന്റെ സൗണ്ടൊക്കെ കൊച്ചൊക്കെ ഉണ്ടോ? റിജി എല്ലാം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ച ആ പെണ്ണിനെ കണ്ടിട്ടില്ലാത്തോണ്ട് ഒന്ന് കാണിച്ചു കൊടുക്കാന്ന് ചോദിച്ചത്. റിജിക്ക് പക്ഷെ എല്ലാം അറിയാം. അത് ജിലേബി ഇല്ലല്ലോ. ഇത് ഇവിടുന്ന് വെച്ചതിനുണ്ടല്ലോ, നമ്മുടെ ഏലിക്ക മനസ്സിലായി ഏലിക്കപ്പൊടി നന്നായി പിടിച്ചിട്ടുണ്ട്. ഉച്ച കേട്ടോ, ചിക്കൻ വറുക്കുക. ചായ കുടിച്ചിട്ട് വന്നതാണ്. ഇപ്പം നമുക്ക് ഇന്ന് പരിപ്പും തക്കാളി സബോളയും കറി ഉണ്ടാക്കണം. ധൃതി ഇവിടെ ചിക്കൻ വറുത്തുകൊണ്ടിരിക്കണു കഴിക്കാൻ. അവനത് മറിച്ചിടണം. കരിഞ്ഞു പോയോ? അപ്പം ഞാൻ കറിക്കുള്ള പരിപാടി നോക്കുവാണ്. ചോറിന് 2 വിസിലടിച്ച് കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യണം. ഞാൻ പോവാണ്. പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കാൻ വേറെ ഒന്നുമല്ല. ഞാൻ മറ്റേ ടെലിഗ്രാമിൽ 2 സിനിമ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട് പണി ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അപ്പോഴത്തേനും അവനത് വറുത്ത് അവനോട് വന്നിരിക്കും. അപ്പോൾ ഞങ്ങൾ കുറച്ചൊരു സിനിമയൊക്കെ കാണും. അപ്പോഴത്തേനും ചോറൊക്കെ ആവും. അത് കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ബെഡ്ഷീറ്റെല്ലാം മാറ്റണം, അടിച്ച് വാരണം, തുടയ്ക്കണം, തുണി മടക്കി വെക്കണം. ഇന്ന് മൊത്തം ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കുറച്ചൊരു പാർക്കിൽ പോകണം എന്നുണ്ട്. ഇപ്പം തന്നെ സമയം വൈകുന്നേരം ആവും. പാർക്കിൽ പോകണം. പിന്നെ അവിടെ പോയിരുന്ന് ലൈവ് വരാൻ പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അത് പോകണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇനിയുള്ളൂ. അപ്പോൾ തന്നെ വൈകുന്നേരം ആവും, രാത്രിയാവും, ഉറക്കാവും. രാത്രി ചോറിൻ്റെ ഉറക്കി നാളെ നേരം വെളുത്ത് വീണ്ടും ജോലിക്ക് പോകണം. പിന്നെ 4 ദിവസം പോയാൽ മതിയല്ലോ. പിന്നെ ബുധനും വ്യാഴം വെള്ളി, ബുധനാഴ്ച വീക്ക് ചെക്ക് ലീവ്, വ്യാഴാഴ്ച വീക്ക് ഓഫാണ്. അപ്പോൾ 2 ദിവസത്തെ ലീവ് അടുപ്പിച്ചെടുക്കുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞ്. അപ്പോൾ പോകണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷമായിട്ട് 4 ദിവസത്തിൽ പോയി കഴിഞ്ഞാൽ ആ ദിവസം അടുത്തു. പിന്നെ ക്രിസ്മസായി. പിന്നെ എന്താണ് നമ്മുടെ നോമ്പ് മുറിക്കാൻ സമയമായി. നോമ്പ് മുറിക്കണം. ക്രിസ്മസ് കൂടെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കിയില്ല കേട്ടോ. കാരണം അതൊന്നും പറ്റിയില്ല. അപ്പോൾ ബാക്കി വിശേഷമായിട്ട് ഇത് കഴിഞ്ഞ് നമുക്ക് ബാക്കി കാണാം. ചെറുപയർ നന്നായി കഴുകി വാരി വെച്ചിട്ടുണ്ട്. ചെറുപയറല്ല സോറി, പരിപ്പ്. ഇത് പരിപ്പ് കറിയാണ്. അപ്പോൾ തക്കാളി സവാളയൊക്കെ നമുക്ക് ഇടാം. അപ്പോൾ ജസ്റ്റ് 2 വിസിലൊക്കെ അടിച്ച് ചെറിയൊരു കറി, വലിയ കറി ഒന്നുമല്ല. അതെ, ജസ്റ്റ് നമുക്ക് ആവശ്യത്തിലുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പം അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, മഞ്ഞ കളറിൽ ഇരിക്കുന്നതായിട്ട് എനിക്ക് ഇഷ്ടം. ഇച്ചിരി മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് 3 വിസിലടിച്ച് ഇച്ചിരി കടുക് വറുത്തിടുമ്പോൾ കറി സെറ്റാവും. രുചി ഇവിടെ 2ാമത്തെ ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുകയാണ്. രുചിക്ക് ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഇഷ്ടമായിരുന്നു മൈദയിൽ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ. ഫസ്റ്റ് കടലമാവ്. ഇപ്പം മൈദ കടലമാവ് നമ്മൾ മിക്സ് ചെയ്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവൻ ഉണ്ടാക്കി നോക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടമായിരുന്നോ? കടലമാവ് കുഴപ്പമില്ല, രുചി അവിടെ അടുക്കളയിൽ ചിക്കൻ വറുക്കലൊക്കെ ആയി പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് ബെഡൊക്കെ ഒന്ന് നീറ്റാക്കി ക്ലീൻ ആക്കാം. ബെഡ്ഷീറ്റൊക്കെ ഒന്നെല്ലാം മാറ്റി 2 ബെഡ്ഷീറ്റ് അലക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റി സെറ്റാക്കി നമുക്ക് ഇനി ഇവിടെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ഇതെല്ലാം ബെഡ്ഷീറ്റൊക്കെ വിടർത്തി സെറ്റാക്കുന്നേ ഉള്ളൂ. ബാക്കി നമുക്ക് ഇപ്പോൾ രുചിത്ത് അടുക്കളയുടെ മൊബൈൽ പിടിക്കാനില്ലാത്തതുകൊണ്ട് നമുക്കിതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം. ഓക്കെ. അങ്ങനെ ബെഡ്റൂമൊക്കെ ക്ലീൻ ആക്കി തരാൻ പറ്റില്ല, വിരിച്ചിട്ട് ബെഡ് വിരിച്ചിട്ട്. എനിക്ക് വീട്ടിൽ വിളിക്കണ്ടോ ചിന്നു? വീട്ടിൽ വിളിക്കുന്നുണ്ട്. വർക്ക് ചെയ്തതിൻ്റെ ലക്ഷണങ്ങൾ തലയിൽ കാണാണ്ട്. യെസ്. അയ്യോ അല്ലല്ല, അത് ഞാൻ ഉള്ളിൽ ചേർന്ന് ഉള്ളിൽ ചേർന്നത് പറഞ്ഞോ. ഓ, അതിന് വേണ്ടി ആക്കിയതാണോ? അടുത്തേക്കോ.
ഞാൻ എന്താ മറക്കാൻ പറഞ്ഞത്? പിന്നെ ചേട്ടൻ അവിടെ തോക്കുത്തിട്ട് നിൽക്കാൻ ഞാൻ നിർത്തോ? വീഡിയോ അവിടെ നിന്ന് ഓടിക്കോളൂ. അപ്പൊ അങ്ങനെ ഞങ്ങള് തുണിയൊക്കെ മടക്കി സെറ്റ് ചെയ്യണം. ഇതൊക്കെ അലക്കി വെച്ചിരുന്നാട്ടോ, അതാ കസാല കുത്തിയിട്ടിരുന്നേ. പാന്റ് ടോപ്പുകൾക്ക് വേറെ വേറെ ആയിട്ട് മടക്കണേ തിരിച്ച്. ഇത് മടക്കാണല്ലോ. ദ്രിജിയുടെ ബെൽറ്റ് ഞാൻ അങ്ങോട്ടേക്ക് വെക്കുകയാണ്. ഇതാക്കണമല്ലേ? ജിമ്മിലൊക്കെ പോയത്, ജിമ്മിൽ പോയിട്ട് ഒരു വീഡിയോ എടുക്കേ. ജിമ്മ ഇപ്പൊ എടുക്കില്ല, അത് ഞാൻ സെറ്റ് ആവട്ടെ. സെറ്റ് ആക്കിയിട്ട് ജിമ്മ പോയിട്ട് വീഡിയോ. എനിക്ക് വണ്ണം വെച്ചില്ലേ ദ്രിജി? എനിക്ക് വണ്ണം വെച്ചല്ലേ? എനിക്കൊന്ന് സെറ്റപ്പ് സാധനമൊക്കെ ഈ ടൈപ്പാണ് ചിന്നു ഉദ്ദേശിക്കുന്നത്. പക്ഷെ നിനക്ക് നല്ലത് വാങ്ങിയില്ലേ? അതങ്ങനെയാ, ഇവന് നല്ലത് വാങ്ങും, എനിക്ക് ചെയ്യുന്നതും വാങ്ങും. പക്ഷെ മിസ്റ്റേക്ക് വെച്ചാല് കുറവാണ്. അത് സാരമില്ല, നമ്മൾ 7 വരെ വേണ്ടല്ലോ. എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. ദ്രിജി നല്ലത് നോക്കി മേടിച്ചു, എനിക്ക് ചെയ്യുന്നതും മേടിച്ചു. ചീനൊന്നല്ല, നല്ല ചിന്നു മേടിച്ച്. എന്റെ പിന്നെ ക്വാളിറ്റി കുറച്ച് കുറവുള്ളത്. എന്റെ 240, ചിന്നിന്റെ 290. അപ്പൊ അതാണ് ചോക്കലി. പറ. പിന്നെ ഈ തണുപ്പ് കഴിഞ്ഞാൽ അധികം ചിന്നനായിരിക്കും. ചിന്നധികം ഡ്രസ്സ് താഴെ കൂടുതലാണ്. ഇന്നെ ഇന്ന് സൗണ്ട് കുറവായിരിക്കണം, വെച്ചാല് മയക്ക് വെച്ചില്ല. ഇഷ്ടം പോലെ ഉണ്ട്. ഇതെന്നാന്നറിയോ? അടുപ്പിച്ചെടുക്കുന്നത് ഇതിനെ ഭയങ്കര സൗണ്ടാണ്. അന്ന് പൊട്ടിയ ഒറ്റ തവണ പൊട്ടിച്ചപ്പോഴത്തേനും അടുത്തഞ്ച് അതുപോലെ സൗണ്ട് ആയതുകൊണ്ട് ഭയങ്കര. അപ്പുറത്തെ അപ്പാപ്പന് വയ്യാത്തത പ്രായമായതാണ്. ഞങ്ങൾ വിചാരിച്ചു ഭയങ്കര സൗണ്ട് അല്ലേ, എനിക്ക് ചെവിക്ക് കുറച്ച് ഒരു മൂളച്ചായിരിക്കും. ഞാൻ പറഞ്ഞു വേണ്ട, നിർത്താമെന്ന് പറഞ്ഞു. ഇപ്പൊ കൊണ്ടു വെച്ചെങ്ങനെയാണേ. ഇപ്പൊ തിരിച്ച് അരി സെറ്റ് ചെയ്യുവാണ്. കറിയായി. വിസിൽ പോയി നോക്കട്ടെ. വിസിൽ പോയി. നമുക്ക് നിറച്ചരിയായി. ഈ ചാക്ക് നോക്കി വേണേ ഇത് മാറ്റണേ. 5 കിലോ വെച്ചാൽ മേടിക്കാതെ 5 കിലോ എടുത്ത് മേടിക്കും, എടുത്ത് വെക്കും. കാരണം എലി ഉള്ളതുകൊണ്ടും പിന്നെ അത് മാത്രല്ല ഈ ചാക്കിൽ ഇപ്പൊ കൊള്ളുന്ന അരിയല്ലേ വെക്കാൻ പറ്റുള്ളൂ. ബാക്കി ടിന്ന് പാത്രം നമ്മൾ മേടിച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ സാധനങ്ങൾ മാത്രം അവിടെ. അപ്പൊ ഇവർക്ക് എന്താണ് പണി? വീട്ടില് പാത്രം ഒരു വീട് പോലെ ആയി വന്ന പിന്നെ. നമ്മളെ വീട്ടില് ഇവിടുന്ന് മേടിക്കും, ഓ സ്ഥലത്ത് പോകുമ്പോൾ മേടിക്കും, വീട്ടിൽ കൊണ്ട് വെക്കും. അണ്ട് പുതിയ സ്ഥലത്ത് വരുമ്പോ അവിടെ പാത്രം മേടിക്കും, വീണ്ടും വീട്ടിൽ കൊണ്ടു വെക്കും, അങ്ങനെ. പക്ഷെ ഇനിയിപ്പോ ഞങ്ങൾ ഇവിടെ തന്നെ കണ്ടിന്യൂ ആയിട്ട് പോകും. ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഇവിടെ നല്ലതാണ്. അപ്പൊ ഇവിടെ തന്നെ കണ്ടിന്യൂ ആയിട്ട് പോകും. അപ്പം എങ്ങനെ നോക്കിയിട്ട് ഞാൻ ഒരു വർഷം നിർത്തണം എന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ട്. പക്ഷെ നിർത്താൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ തന്നെ
കണ്ടിന്യൂ ആയി പോകണം. അപ്പോൾ കൊച്ചു പഠിക്കേണ്ട ഒരു സമയമാകുമ്പോഴത്തേനും അവന് LKG UKG ഒക്കെ നാട്ടിൽ തന്നെ ആയിരിക്കും ഞങ്ങൾ ഇവിടെ ആണെങ്കിൽ. അത് കഴിഞ്ഞ് എത്തിരി അവിടെ വയ്ക്കല്ലേ, അവിടെ വയ്ക്കേ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു 1 2 എത്തുമ്പോൾ ഇവിടെ തന്നെ ആണെങ്കിൽ ഞങ്ങൾ കുട്ടീനെ ഇവിടെ കൊണ്ടുവരും. പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് 1 മണിയാകുമ്പോൾ ക്ലാസ് കഴിയില്ലേ, അപ്പോൾ ആളുണ്ടാവില്ലല്ലോ. അപ്പോൾ മറ്റേതാകുമ്പോൾ അവന് 1 മണിക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് പോയി കുറച്ചേരത്തേക്ക് ട്യൂഷന് വിടാം. ഉണ്ണല്ല അടിച്ചുടി കളഞ്ഞിട്ടുള്ളൂ, ഉണ്ണല്ലേ അവർ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അടിക്കാനുണ്ട്, തുടയ്ക്കാനുണ്ട്, കുറച്ച് പണിയുണ്ട്. ഈ കത്തി കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നേ, പണി കഴിഞ്ഞിട്ട് വരാം. കഴിഞ്ഞിട്ട് വരാം. കടുകിട്ട് നമ്മുടെ ഇതിൽ വറവിടാൻ പോവാണ്. വോയിസ് കൊടുക്കാം ആക്കി മറ്റേ സ്റ്റാർട്ട് ചെയ്യാൻ ഇഷ്ടമാണ്. മൂത്തുണ്ട്. ആ വെളുത്തുള്ളിയുടെ സ്മെല്ല് വരണം, എനിക്കതാ ഇഷ്ടം. കറിവേപ്പില മല്ലിച്ചപ്പ് ഇതൊക്കെ വറക്കുക നീ വറുത്തല്ല, ചുമ്മാൻ്റെ കൂടെ അയ്യോ നീ ഇട്ട ഞാൻ എടുത്തില്ല. ഓഫ് ചെയ്യുമല്ലേ. ജസ്റ്റ് ഒരു നമുക്ക് വേണ്ടിയിട്ടുള്ളത് കറി അത്രേ ഉള്ളൂ. ചേർത്ത് വെച്ചിട്ടുണ്ട് ഈ സൈഡ് ക്രോപ്പ് ചെയ്തെടുത്താൽ മതി. സാധാരണ ഞങ്ങൾ വീഡിയോയിൽ കാണാറുള്ള ആ ഒരു ഭാഗം ഇന്ന് ഇല്ല. ആ അതെ, ഇതാണ് ചിന്നുവിൻ്റെ സ്പെഷ്യൽ കറി, അച്ചാറ്, കഞ്ചി. എനിക്കും ചോറ്, അച്ചാറ്, ചിക്കൻ, കുറച്ച് കറി ഞാൻ കൊടുക്കും. അപ്പോൾ കഴിച്ചിട്ട് ചിന്നു വെയിറ്റ് ചെയ്താൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കഴിച്ചിട്ട് കാണാം. ഉണ്ട് കഴിഞ്ഞു. ചിന്നു അടുത്ത പണിയിലേക്ക് പോയി. തിന്നതിൽ കയറിയിട്ട് ചിന്നുവിന് കുനിയാൻ വയ്യ. തുടക്കട്ടെ, എൻ്റെ കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടി ബാക്കിയുണ്ട്. ഞാൻ കഴിക്കാണ്. ഇത്ര റൗണ്ട് തന്നെ ഉണ്ട്. എന്താ ഭക്ഷണം പോണില്ല. അപ്പം ചിന്നു തുടക്കട്ടെ. ചിന്നു ഫാൻ ഉണ്ടേ, ഈ തണുപ്പത്ത് ഫാൻ ഇട്ട് തണുപ്പ് വിടും. എന്നാലും ചിന്നു തുടക്കട്ടെ, ഞാൻ കഴിക്കട്ടെ. അപ്പോഴത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. പുറത്തുണക്കാട്ടിരുന്ന ജാക്കറ്റും ഇതാ എൻ്റെത് എടുത്തു. ഇപ്പോൾ ഇതാ ഒക്കെ സെറ്റായി. ഇനിയിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കിടക്കുക കുറച്ച് നേരം. ഷൂ ഒക്കെ പോയിട്ട് വയ്ക്കുന്നത്. ഇനി കുറച്ച് നേരം ഉറങ്ങുക, ഒരു 1 മണിക്കൂർ ഉറങ്ങുക. എന്നിട്ട് നേരെ പിന്നെ അടുത്ത ഷൂട്ടിന്. അപ്പം നാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള കറിക്കുള്ള തയ്യാറെടുപ്പാണ്. നാളെ കോളിഫ്ലവർ കറിയായിട്ട് ഞാൻ കൊണ്ടുവന്നു. ചിക്കൻ വറുത്ത് കറി ഉണ്ടാക്കണ പോലെയാണ് ഞാൻ കോളിഫ്ലവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ അത് പിന്നെ നമുക്ക് വേണമെങ്കിൽ നോമ്പ് സമയത്ത് നമുക്ക് ഒന്ന് വറുത്ത് തിന്നാലോ പൊരിച്ച് തിന്നാലോ എന്നൊക്കെ ഓർത്ത് സെറ്റ് ചെയ്തെടുക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.